പഞ്ചാബി ഹൗസ് സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഇനി പറയാൻ പോകുന്ന കാര്യം എളുപ്പത്തിൽ മനസ്സിലാകും. ഷൊർണൂർ ഭാരതപ്പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർത്ത് നാടുവിട്ടയാളെ കണ്ടെത്തി പോലീസ്. കടബാധ്യതയായിരുന്നു പഞ്ചാബി ഹൗസ് സിനിമ സ്റ്റൈലിൽ നാടുവിടലിന് ഗുജറാത്ത് സ്വദേശിയായ ഗുഹാനി സിറാജ് അഹമ്മദ് ഭായിയെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ മാസം 18-നാണ് പുഴയിൽ ചാടി മരിക്കുകയാണെന്ന വാട്സാപ്പ് സന്ദേശം ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും ഇയാൾ കൈമാറിയത്. പുഴയിൽ 3 ദിവസം തെരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബംഗളൂരുവിൽ നിന്നാണ് ഇയാളെ കണ്ടെത്തിയത്. ഗുജറാത്തിൽ നിന്ന് ബിസിനസ് ആവശ്യത്തിനായി കേരളത്തിലെത്തി ഭാരതപ്പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി നാടുവിട്ട ഗുഹാനി സിറാജ് അഹമ്മദ് ഭായിയെയാണ് ഷൊർണൂർ പോലീസിന്റെ പ്രത്യേക സംഘം ബംഗളൂരുവിൽ നിന്ന് കണ്ടെത്തിയത്. കഴിഞ്ഞ മാസം 17-ന് ബിസിനസ് ആവശ്യത്തിന് ഷൊർണൂരിലെത്തിയ സിറാജ് അഹമ്മദ് ഭായ് ഭാരതപ്പുഴയിൽ ചാടി കാണാതായെന്ന ബന്ധുക്കളുടെ പരാതിയിലാണ് ഷൊർണൂർ പോലീസ് കേസെടുത്തത്. 2 ദിവസം ഫയർഫോഴ്സും പോലീസും പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു. കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ റെയിൽവേ സ്റ്റേഷനു സമീപം ലോഡ്ജിൽ മുറിയെടുത്തതായും പിന്നീട് പാലക്കാട് വടക്കഞ്ചേരി ഭാഗങ്ങളിൽ പോയതായും കണ്ടെത്തി. ബിസിനസ് ഇടപാടുകൾക്ക് കൈയോടെ പണം നൽകിയാൽ മാത്രമേ ഉദ്ദേശിച്ച ഇടപാടുകൾ നടക്കൂ എന്ന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെയൊരു കുബുദ്ധി സിറാജ് അഹമ്മദ് ഭായിയുടെ തലയിൽ ഉദിച്ചതെന്നും പോലീസ് പറയുന്നു. ബിസിനസ് തകർച്ചയിൽ ഇയാൾക്ക് ഏതാണ്ട് 50 ലക്ഷത്തോളം പലർക്കായി ബാധ്യതയുണ്ടായിരുന്നതായും തിരികെ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ വന്നതോടെ ചെറുതുരുത്തി പാലത്തിന് മുകളിൽ കയറി താഴെ പുഴയുടെ ഫോട്ടോകൾ എടുത്ത് ആത്മഹത്യ ചെയ്യുകയാണെന്ന് ഭാര്യയെ വിശ്വസിപ്പിച്ച ശേഷം ഫോൺ ഓഫ് ചെയ്ത് നാടുവിടുകയായിരുന്നു. ഇയാൾ ബംഗളൂരുവിൽ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക പോലീസ് സംഘം ബംഗളൂരുവിൽ ചെന്ന് ക്യാമ്പ് ചെയ്ത് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ മജിസ്ട്രിക്കിൽ വെച്ച് കണ്ടെത്തുകയായിരുന്നു. ഷൊർണൂർ ഇൻസ്പെക്ടർ വി രവികുമാർ, SI KR മോഹൻദാസ്, ASIമാരായ അനിൽകുമാർ കെ, സുഭദ്ര, SCPO സജീഷ് എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. സിറാജിനെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കിയ ശേഷം വിട്ടയച്ചു. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.